Okay, let's talk about World Rally Championship. ഇവിടെ ഓപ്പൺ വീൽ റേസസിനെ പോലെ ഒരു ഫാൻസി ആയിട്ടുള്ള സ്റ്റേജ് ഇല്ല, ഒരു സർക്യൂട്ട് ഇല്ല. ഇവിടെ ഒരു അണീവൻ ആയിട്ടുള്ള സർക്യൂട്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മഡ് ഓർ ഐസ് ഓർ ഈവൻ an asphalt road or even a circuit. സാധാരണ മോട്ടോർ സ്പോർട്സ് പോലെ ഓപ്പൺ വീൽ റേസസിനെ പോലെ ഒരു ഒരു കാറിന് ഒരു ടീമിന് ഒരു ഡ്രൈവർ അങ്ങനെയല്ല. ഇവിടെ ഒരു ഡ്രൈവറും ഉണ്ട്, ഒരു കോ ഡ്രൈവറും ഉണ്ട്. ആ കോ ഡ്രൈവർ ഈ ഡ്രൈവറിന് മുമ്പിലുള്ള ടെറൈനിനെ കുറിച്ച് ഓരോ സെക്കൻഡിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ ഉള്ളത് ഒരു കാറും രണ്ട് ഡ്രൈവർമാരും വേൾഡ്സിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈനുമാണ്. ഇവിടെ കാറുകളുടെയും ഡ്രൈവേഴ്സിന്റെയും എക്സ്ട്രീം ഡ്യൂറബിലിറ്റിയാണ് ആവശ്യം. ഇത്രയും കോൺസെൻട്രേഷൻ വേണം. സോ ഇവിടെ റീസൺ നടക്കുന്നത് സർക്യൂട്ട്സിലല്ല, ഈ F1 ഒക്കെ പോലെ സർക്യൂട്ട്സിലല്ല. ഇവിടെ സ്പെഷ്യൽ സ്റ്റേജസ് ആണ്. അത് ക്ലോസ്ഡ് റോഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മീൻസ് ടാർ ചെയ്ത റോഡായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു ഓഫ് റോഡ് ആയിരിക്കും. അപ്പോൾ സ്പെഷ്യൽ സ്റ്റേജസിലാണ് ഈ റേസ് നടക്കുന്നത്. ഓപ്പൺ വീൽ റേസിങ്ങിനെ പോലെ ഇവിടെ റേസ് കണ്ടക്ട് ചെയ്യുന്നത് വീൽ ടു വീൽ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ടീംസ് ഒരുമിച്ച് ഗ്രിഡിൽ ഗ്രിഡ് പൊസിഷനിൽ വന്ന് പിന്നെ 5 ലൈറ്റ് വന്ന് ഓഫീസിൽ പോകുമ്പോഴല്ല, ഇവിടെ വീൽ ടു വീൽ അല്ല റേസ് നടക്കുന്നത്. ഇവിടെ ഒരു 2 minutes ഇന്റർവെല്ലിലാണ് ഓരോ ടീമും അവരുടെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സാധാരണ ഒരു ഓപ്പൺ വീൽ റേസോ അങ്ങനെ സാധാരണ ഒരു എൻഡുറൻസ് റേസ് ഒക്കെ നടക്കുന്ന പോലെ വലിയ സർക്യൂട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഫ്ലഡ് ലാംപ്സ് ഇല്ല. അപ്പം അത് ചിലപ്പോൾ സ്ട്രീറ്റ്സിലായതുകൊണ്ട് സ്ട്രീറ്റ്സ് ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തയിടത്താണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി കാറിന്റെ ലൈറ്റിംഗ് ഉപയോഗിച്ച് മാത്രമാണ് ഇവിടെ റാലിങ് നടക്കുന്നത്. പിന്നെ റാലിങ്ങിന്റെ ഭാഗമായിട്ട് ചില സമയത്ത് ട്രാഫിക് മീൻസ് പബ്ലിക് ആയിട്ടുള്ള റോഡ്സിൽ കൂടെ കണക്ട് ചെയ്യേണ്ടത് വരും. അപ്പം ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കുകയും വേണം. അതുപോലെ ഈ കാറുകളെല്ലാം റോഡ് ലീഗിലും ആയിരിക്കും. അപ്പൊ ഇത്രയും ടെറൈനും അല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിനെയൊക്കെ മറികടന്ന് ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ടൈമിൽ അവരുടെ പെനാൽറ്റീസ് എല്ലാം കഴിഞ്ഞ് ആദ്യം ചെക്ക്ഡ് ഫ്ലാഗ് കിടക്കുന്ന ആളാണ് വിന്നർ. റാലിങ്ങിനെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആക്കുന്നത് അവിടെ ആ കോ ഡ്രൈവറും ഡ്രൈവറും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. എന്നുവെച്ചാൽ കോ ഡ്രൈവർ ആ റോഡിന് തൊട്ട് മുമ്പിലുള്ളത് എന്താണെന്ന് ആ ഡ്രൈവറിന് ഒരു സെക്കൻഡിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിന് പേസ് നോട്ട്സ് എന്നാണ് പറയുന്നത്. ആ കോ ഡ്രൈവറുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിലെ ടീം അതായത് റേസ് തുടങ്ങുന്നതിന് മുമ്പ് ചില പ്രാക്ടീസ് സെക്ഷന്റെ സമയത്ത് ആ ഒരു സ്റ്റേജ് ചെക്ക് ചെയ്യാൻ പോയിട്ട് അവിടെയുള്ള ഓരോ ഡിപ്സും അല്ലെങ്കിൽ കുഴികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹംസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു കോ ഡ്രൈവർ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കും, പേസ് നോട്ട്സ് എന്ന് പറയും. എന്നിട്ട് റേസിന്റെ സമയത്ത് ഈ കോ ഡ്രൈവർ ഇത് ഈ ഡ്രൈവറിന് കോൺസ്റ്റന്റ്ലി ഇത് ഓരോ സെക്കൻഡ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റാലിയും കാർസിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. 1.6 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് റാലിയും കാർസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മറ്റ് ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെയുണ്ട്, ഇലക്ട്രിക് പവർ യൂണിറ്റ് എല്ലാം. ഓപ്പൺ വീൽ റേസിനകത്ത് ഫോർമുല 1 ഫോർമുല 2 പോലെ ഇവിടെ പിറ്റ് സ്റ്റോപ്പിനല്ല പറയും, ഇവിടെ സർവീസ് ഹാൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ജസ്റ്റ് സർവീസ് എന്ന് പറയും. സർവീസ് മീൻസ് സർവീസ് നടക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റേജിന്റെ അടുത്തായിട്ടല്ല, സ്റ്റേജിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ സർവീസ് നടക്കുന്നത്. അത് അവര് സ്പെഷ്യലായിട്ടൊരു ടെന്റ്, ആ ഒരു മാനുഫാക്ചറേഴ്സ് സ്പെഷ്യലായിട്ടൊരു ടെന്റ് ക്രിയേറ്റ് ചെയ്യും, ലൈക്ക് ഈ ഒരു മിലിറ്ററി ടെന്റ് ഒക്കെ പോലെ. എന്നിട്ട് ഒരു അതായത് ഒരു സർവീസ് ഹാൾട്ട് എന്ന് പറയുന്നത് 30 to 45 minutes ആണ്. പിന്നെ മേജറായിട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫുൾ ക്രൂ ഓഫ് മെക്കാനിക്സിന് ഇവിടെ വർക്ക് ചെയ്യാം, ഈ ഒരു കാറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം ടയർ ചേഞ്ച് ചെയ്യുന്നതിനാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാവല് അല്ലെങ്കിൽ ടെറൈൻ അനുസരിച്ചിട്ട് സസ്പെൻഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണെങ്കിൽ, അല്ലെങ്കിൽ കാറിനെ എൻറ്റയർലി പണിയുന്നതിനാണെങ്കിൽ ഒരു ഫുൾ എൻറ്റയർ മെക്കാനിക്സിന് ഇത് വർക്ക് ചെയ്യും. സോ ഈ റാലിയിലെ സർവീസ് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോർണിംഗ് സർവീസ് ആണ്. മോർണിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ ആ ഒരു റൈഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഫൈനൽ ചെക്കപ്പ്. പിന്നെ മിഡ് ഡേ സർവീസ് ആണ്, അല്ലെങ്കിൽ അതിന് ഫ്ലെക്സി സർവീസ് എന്ന് പറയും. അന്നൊരു 30 minutes ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടയർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള മെക്കാനിക്കൽ ചേഞ്ചസ് ഒക്കെയാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത്. പിന്നെ ഫൈനലായിട്ട് അതായത് റേസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു
സർവീസ് ഉണ്ട്. അവിടെ ആ എൻ്റെ ഡെയിലി റാലിങ്ങിന് വന്നിട്ടുള്ള കാറിന് വന്നിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ റിപ്പയർ ചെയ്യുന്നത് അപ്പോഴാണ്. അതൊരു 45 മിനിറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തേന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടിയാണ് റാലിങ്ങിനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സ്പോർട്ടാക്കി മാറ്റുന്നത്. റാലിങ്ങിനെ മറ്റു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സർവീസ് പാർക്കിന് പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിന്റെ ഇടയിൽ വെച്ച് കാറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈവറും കോ ഡ്രൈവറും കൂടെ വേണം ആ കാറിനെ ശരിയായി റിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ ഡ്രൈവറും കോ ഡ്രൈവറും നല്ലൊരു മെക്കാനിക് കൂടെ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? ഓപ്പൺ വീലാണോ അതോ ഇതുപോലെ റാലിയിങ് ആണോ അതോ എൻഡുറൻസ് ആണോ? നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് കമന്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു മോട്ടോർ സ്പോർട്സ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.